വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അധികം സൗണ്ട് എടുത്ത് സംസാരിക്കാൻ വയ്യ, തൊണ്ട പോയിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ 3-4 ദിവസമായി നിങ്ങൾ നോക്കാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എനിക്ക് ഉമ്മച്ചോ ഒരു ചെറുതായിട്ടൊരു തൊണ്ടവേദന വന്നതാണ് ഗൈസ്. പിന്നെ പനി, തലവേദന, BP കുറവ്, തലാറൊക്കെ ഞാൻ പെട്ടിരിക്കുകയായിരുന്നു. സോ ഗൈസ്, നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് സൺസ്ക്രീൻ ഓയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സൺസ്ക്രീനിൻ്റെ ഓയിൽ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന സംഭവം. എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനം. വേറെ എന്തിനേക്കാളും ഫേസ് വാഷോ സിറോ ഒന്നുമല്ല എനിക്ക് ഒരുപാട് ചിലവാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. അങ്ങനെ ലൈക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള കുറേ തീർന്നു. കുറേ ദിവസമൊക്കെ ഡബ്ബയൊക്കെ തുരന്നെടുത്താണ് ഇട്ടത്, കുറേ തീർന്നു. അപ്പം ലൈക്ക് ഇപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ കയ്യിലുള്ള ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പം വീട്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പം അതുകൊണ്ട് സൺസ്ക്രീൻ നമുക്ക് ഒടുക്കത്തെ ചിലവാണ്. അപ്പം സൺസ്ക്രീൻ എൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസിനെ വച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒന്നും മാറ്റ് ഫിനിഷ് അല്ല. കാരണം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. സോ ഞാൻ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈറലോണിക് ആസിഡ് വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹൈഡ്രേഷനും ഗ്ലോയും തരുന്ന സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യില്ല. കാരണം എനിക്കല്ല മാറ്റ് ഫിനിഷ് ഉള്ളത് യൂസ് ചെയ്താൽ എൻ്റെ സ്കിന്നിന് ചേരത്തില്ല ഗൈസ്. സോ അതുകൊണ്ട് എൻ്റെ പൊന്നു ഗൈസ് ഇവിടെ ഇരിക്കാൻ വയ്യ ഗൈസ്, ഹോട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് സൺസ്ക്രീൻസ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഗൈസ്, നമ്മളിത് ഇത്രയും സൺസ്ക്രീൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു വാവ് സ്കിൻ സയൻസിൻ്റെ സൺസ്ക്രീൻ ജെല്ലാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുള്ള സൺസ്ക്രീനാണ്. ആൻഡ് അലോവേര ആൻഡ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ അവർ പറയുന്നുണ്ട് ഇതിനകത്ത് പെട്ടെന്ന് അബ്സോർബിയും നോൺ സ്റ്റിക്കാണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് 2 hours വരെ, UV ആൻഡ് UVA പ്രൊട്ടക്ഷൻ കിട്ടും, പിന്നെ മേക്കപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഡെർമാക്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ 1% ഹൈറലോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല. അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ എസ്പെഷ്യലി സജസ്റ്റ് ചെയ്യുന്നത് ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ്. നെക്സ്റ്റ് വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ ടിൻറ്റഡ് മിനറൽ സൺസ്ക്രീൻ ആണ്. SPF 55+ ഉള്ള PA++++ ഉള്ള സൺസ്ക്രീൻ ആണ്. സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഓക്സൈഡൊക്കെ വന്നുകൊണ്ട് വൈറ്റ് കാസ്റ്റ് ഇല്ല, ടിൻറ്റഡ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. UV ആൻഡ് UV പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ, ഡ്രൈ സ്കിൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ. ഞാൻ ഹെവി ആയിട്ട് ഇട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ടാ. ആൻഡ് ഒരു ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ് ഈ ഒരു സൺസ്ക്രീൻ. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആണ്, വൺ ഓഫ് ദ ഫേവറേറ്റ്, ഡോക്ടർ ഷത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ. നിങ്ങളുടെ സ്കിൻ ബാരിയറൊക്കെ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തോ. കാരണം ഹൈഡ്രേഷൻ കിട്ടും, സ്കിൻ ബാരിയറും പ്രൊട്ടക്റ്റ്, സ്കിന്നിനൊരു പ്രൊട്ടക്ഷനാണ് ആക്ച്വലി ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രയ്ക്ക് അടിപൊളിയാണ്. എത്ര ട്യൂബ് യൂസ് ചെയ്തെന്നറിയോ? അപ്പം ഇത് തീരാറായി. ഞാൻ കുറച്ച് ജസ്റ്റ് എടുത്ത് കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ. കുറച്ചുള്ളൂ, എനിക്ക് പിഴിഞ്ഞല്ലെങ്കിൽ ട്യൂബ് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ ഇത് അടിപൊളിയാണ്. അടുത്ത സ്ക്രെൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് സൺസ്ക്രീൻ. ഇത് എനിക്കൊരു ഡോക്ടർ തന്നെയാണ് കേട്ടോ, ഡോക്ടർ സജസ്റ്റ് ചെയ്ത സൺസ്ക്രീനാണ്. സോ ഇത് ആക്ച്വലി ഇതൊരു ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനൊന്നുമല്ല, വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു കളർ ഉണ്ടെന്നേ ഉള്ളൂ. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നാച്ചുറൽ ഒരു മോയ്സ്ചറൈസറിൻ്റെയൊക്കെ ഒരു ഇതുപോലെ, അല്ലാതെ ഒരു കളർ അങ്ങനെ ഒന്നുമില്ല. അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ്, ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു 3 ട്യൂബൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ സൺസ്ക്രീൻ. സോ ഇത് ഇത്രയും ഞാൻ വച്ചിട്ടുണ്ട്. ഇത് വച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ വീഡിയോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഈ അസുഖമായതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇതൊക്കെ വച്ചിട്ട് ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. ആൻഡ് ഇത് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനിയൊരു നല്ലൊരു ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുന്നത്. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുന്നത്. ആക്ച്വലി നൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞിരുന്ന വീഡിയോ ആണ്, പക്ഷെ ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ എണീറ്റതും ലൈക്ക് ഇതേപോലെയാണ് ഞാൻ കാണുന്നത്.
നീ കാണുമ്പോൾ മനസ്സിലാവും കുറേ ഇതിന് ഓയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. സ്ക്രില്ലിനൊന്നും ഓയിലേ ഇല്ല, സ്ക്രില്ലിനൊന്നും. ആൻഡ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമോ ഇത്രയും ഓയിൽ പ്രൊഡക്ഷൻ. അപ്പം നമുക്കിത് ആക്ച്വലി എല്ലാ സൺസ്ക്രീൻ 2 മണിക്കൂർ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഗെയിൻ ഒരു ഇതേപോലെ എടുത്തിട്ട് 2 മണിക്കൂർ ഈ കാണുന്ന എല്ലാം 2 മണിക്കൂർ വച്ചിട്ടുള്ളതാണ്. 2 മണിക്കൂർ വച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ 2 മണിക്കൂർ കഴിഞ്ഞാണ് നിങ്ങൾ താഴത്തെ ഇതിൽ കാണുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞുള്ളത് ഇതൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള 2 മണിക്കൂറത്തെ എന്താ പറയുക ഒബ്സർവേഷനിലാണ്. ചിലതിൽ നിന്നൊക്കെ ഓയിൽ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. ഡെർമാക്കോ കേരളത്തിൻ്റെ ഭൂപടം പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഇതാണ് ഇൻ ഫൈനൽ റിവ്യൂ. നിങ്ങൾക്ക് ഇത് കാണാൻ തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാണ്. സോ ഞാൻ ഫൈനൽ റിവ്യൂ പറയാൻ കഴിയും. കമോൺ. നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. ആദ്യം ഞാൻ 10 മണിക്കൂർ വെച്ച, ആക്ച്വലി 10 മണിക്കൂറൊന്നും വയ്ക്കണമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചതല്ല. ഞാനൊരു 3-4 മണിക്കൂർ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാൻ കയറി കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോഴത്തേക്കും പിന്നെ 10 മണിക്കൂറായി. പിന്നെ അതിന് ശേഷം എഗെയിൻ നിങ്ങൾക്ക് 2 മണിക്കൂർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് എഗെയിൻ 2 മണിക്കൂർ ഇട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എല്ലാം അടിപൊളിയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. വേറെ ഒന്നുമല്ല, കാരണം എനിക്കിപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷനും ഇല്ല, അങ്ങനെ ഓയിൽ ഭയങ്കര ഓയിലി ആവുന്നില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അടിപൊളിയാണ്. പിന്നെ ഓരോ സൺസ്ക്രീൻ ബ്രാൻഡുകളും പറയുന്നുണ്ട് 2 മണിക്കൂർ ശേഷം 3 മണിക്കൂർ ശേഷം അപ്ലൈ ചെയ്യണമെന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ എഗെയിൻ വാഷ് ചെയ്തിട്ട് നമ്മൾ എഗെയിൻ അപ്ലൈ, അല്ലെങ്കിൽ അതിൻ്റെ മണ്ടേ കൂടെ നമ്മൾ എഗെയിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സ്ക്രിൽ സൺസ്ക്രീൻ ക്രീമാണ്. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. മിനറൽ സൺസ്ക്രീൻ ആണ്. PA++3+ ഉള്ള UV ആൻഡ് UVB ലൈറ്റിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. സെല്ലുലാർ പ്രൊട്ടക്ഷൻ ഫോമിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഈ ഒരു സൺസ്ക്രീനാണ് ഇതിലെ കൂട്ടത്തിലെ വിന്നർ. കാരണം 10 മണിക്കൂറായിട്ടും ഇതിൽ നിന്നും ഒരു തുള്ളി ഓയിൽ പ്രൊഡക്ഷൻ പോലും അല്ലെങ്കിൽ ഓയിൽ പോലും ഉണ്ടായിട്ടില്ല. സോ ഫസ്റ്റ് പൊസിഷൻ ഇതാണ്. ആൻഡ് ദ സെക്കൻഡ് പൊസിഷൻ ഗോസ് ടു ബ്യൂട്ടി ഓഫ് ജോയ്സൺ സൺസ്ക്രീൻ ആണ്. കാരണം എനിക്കിത് എങ്ങനെ പറയണം, ബ്യൂട്ടി ഓഫ് ജോയ്സൺ ഞാനിത് 2-3 ട്യൂബാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 3 ട്യൂബ്. കാരണം ഇത് യൂസ് ചെയ്താൽ പിന്നെ എനിക്ക് മേക്കപ്പ് ഇടുമ്പോൾ പ്രൈമറിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സ്ട്രോപ്പ് ക്രീമിൻ്റെ ആവശ്യമില്ല. ഒരുപാട് സാധനം ഇത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീൻ. എനിക്കിത് ഇടുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വൈറ്റ് കാസ്റ്റ് ഇല്ല. എനിക്കിരുന്ന് ന്യൂട്രിജീനെയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, നമ്മളിങ്ങനെ ഇത്രയും കൂതറ മറ്റേ ബ്ലെൻഡിങ് പരിപാടിയുള്ള സംഭവമാണ് ന്യൂട്രിജീന എന്ന് പറയണത്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇടുക, ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുക, കഴിഞ്ഞു. ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇതാണ്. ആൻഡ് തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വേറെ ഒന്നുമല്ല, കാരണം ഇത് മാറ്റ് ഫിനിഷ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിൻറ്റഡ് മാറ്റ് ഫിനിഷ് വിത്ത് നോ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, കാരണം ടിൻറ്റഡ് ആയതുകൊണ്ട് വെള്ള കളർ വരില്ലല്ലോ ഗൈസ്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലസ് ഒക്കെ ഉള്ള സൺസ്ക്രീനാണ്. പക്ഷെ ഞാൻ ഇത്രയും ഓയിലി ആവുമെന്ന് മീൻസ് ഇത് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ ആഫ്റ്റർ ഒരു 5 to 6 hours കഴിഞ്ഞിട്ടുള്ള. എന്നാലും പക്ഷേ ഗൈസ് ഇത് അവരിങ്ങനെ പറഞ്ഞിട്ടും ഇതിൽ പറയാത്ത ബ്രാൻഡുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ആണെന്ന് അങ്ങനെ ഒന്നും പറയില്ല. പക്ഷേ ഇതിനൊക്കെ അത്രയും ഓയിലില്ല. പക്ഷേ കൂടുതൽ ഓയിൽ ഇറങ്ങിയിട്ടുള്ള ഇതിൽ നിന്നാണ്. സോ ഇതാണ് ഞാൻ ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടിടുന്നത്. ബാക്കി എല്ലാം എനിക്ക് ഓക്കെയാണ്. ആൻഡ് വേറെ ഒരുപാട് സൺസ്ക്രീൻ ബ്രാൻഡ്സ് അവൈലബിൾ ഉണ്ട്, പക്ഷെ ഒന്നും എൻ്റെ ഇല്ല. ആക്ച്വലി എനിക്ക് അക്കലോജിക്കൊക്കെ ടെസ്റ്റ് ചെയ്യണമുണ്ടായിരുന്നു, പക്ഷേ അക്കലോജിക്കൊന്നുമില്ല. കാരണം ഞാൻ യൂസ് ചെയ്ത് ഒന്നും എൻ്റെ ഇല്ല. ഇപ്പം അക്കലോജിക്കൊരു സൺസ്ക്രീൻ ഒന്നും എൻ്റെ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചെയ്യണോ സംസാരിക്കാൻ കവളിയാനും മോണെ കുത്തി ആകെ ഒരു പരിവായിട്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റോട് കമൻറ്റ് ഇട്ടോ. നമുക്ക് നെക്സ്റ്റ് ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ എന്താ ചെയ്യാം. ഞാൻ ഇനി ഒരു 2-3 സൺസ്ക്രീൻ അല്ലാതെ എനിക്ക് PR വന്നിരിപ്പുണ്ട്. PR മീൻസ് പേഴ്സണൽ റിവ്യൂവിന് ബ്രാൻഡ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയച്ചു തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടും അയച്ചു തരാറുണ്ട്. അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് വന്ന ഒരു 2-3 ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഇരിപ്പുണ്ട്. അപ്പം അതുകൂടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കാരണം ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തില്ല, മുഖത്ത് യൂസ് ചെയ്യില്ല. കാരണം അപ്പം ഇതൊക്കെ യൂസ് ചെയ്യണം, ഞാൻ യൂസ് ചെയ്യില്ല, സമയമെടുത്ത് യൂസ് ചെയ്യണം, അത്യാവശ്യമൊന്നുമില്ല.
നമുക്ക് പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല, PR ആണ്. നമുക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റോടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം, കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴല്ല, കുറച്ച് വട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കാലിയായിട്ട് അത് യൂസ് ചെയ്യാൻ വിചാരിച്ച്. അപ്പം ഇത് തീരാറായി, ഇത് തീരാറായി. ഇത് കഴിഞ്ഞ് ഇത്ര ട്യൂബ് കൂടെ ഉള്ളൂ. ഇത് തീരാറായി. ഞാൻ ഭയങ്കരമായിട്ട് ഞെക്കിയാണ് എടുത്തത്. ഇതിലില്ല ഗൈസ്, ഇതിൽ തീരാറായി. ഇച്ചിരി വെള്ളം പോലെ ഉണ്ടോ കുഴപ്പമുണ്ട്. ആൻഡ് ഇത് കാണാൻ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിലും സാധനം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഡ്രൈ സ്കിന്നുകാർക്കുള്ള സൺസ്ക്രീനാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവത്തിനാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്തുകൂടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർ, ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏറ്റവും ബെറ്റർ. അല്ലാതെ നോർമൽ കോമ്പിനേഷൻ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഈ സൺസ്ക്രീൻ ഞാൻ സജസ്റ്റ് ചെയ്യണം. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അല്ലെങ്കിൽ സംടൈംസ് അതൊരു നോർമൽ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പം എനിക്ക് ഈ ഒരു സൺസ്ക്രീനാണ് എനിക്കിഷ്ടം. ഒടുക്കത്തെ ചൂട്, എനിക്കിവിടെ ഇരിക്കാൻ വയ്യ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന. ബൈ ബൈ.